ഇന്ത്യയെ ഹിന്ദുരാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ പി.സി. ജോർജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വ്രതശുദ്ധിയുടെ നിറവിൽ നോമ്പുകാലത്തെ വരവേൽക്കുന്ന വിശ്വാസികളേവർക്കും റംസാൻ ആശംസകൾ എന്നതാണ് പി.സി. ജോർജിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ പി.സി. ജോർജിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിമർശനങ്ങളുടെ കൂമ്പാരമാണ്. ഇന്ത്യയെ ഹിന്ദുരാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ പി.സി. ജോർജ് എന്തിനാണ് റംസാൻ ആശംസകൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ റംസാൻ വ്രതം എടുക്കുന്നത് ദേശദ്രോഹമല്ലേ നേതാവേ എന്നും പലരും പി.സി. ജോർജിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണമെന്ന് ഒരിക്കൽ പറയും, പിന്നെ അതേ നാവുകൊണ്ട് റംസാൻ ആശംസകളും നേരും. ഇത്തരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത പി.സി. ജോർജിന്റെ ശരിക്കുമുള്ള നിലപാട് എന്താണെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞ മഹാന്റെ റമദാൻ ആശംസ ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല. ഇല്ലാത്ത കാര്യം ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലായതാ എന്നും പറഞ്ഞ പി.സി. ജോർജിനെ ഒരു വിഭാഗം നല്ലപോലെ വിമർശിക്കുന്നുണ്ട്. ഇനി റംസാൻ ആശംസകൾ നേർന്നത് നല്ല മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന് നാളെ പി.സി. ജോർജ് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദത്തിലേക്ക് അടുക്കുന്നു എന്ന് പി.സി. ജോർജ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അന്ന് നല്ല മുസ്ലിങ്ങളെ പരാമർശത്തിൽ നിന്നും ഒഴിവാക്കിയില്ല എന്ന ചോദ്യവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം പി.സി. ജോർജ് പരസ്യമായി പറഞ്ഞത്. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വർഗീയ ഇടപെടലുകൾ തടയാൻ ഹിന്ദു രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റുകയാണ് ഏക വഴിയെന്നാണ് പി.സി. ജോർജിന്റെ പ്രസ്താവന. തൊടുപുഴയിലെ HRDS സ്വതന്ത്രദിന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് പി.സി. ജോർജ് ഈ വിവാദ പരാമർശം നടത്തിയത്. ഇന്ത്യയിൽ ലവ് ജിഹാദ് ഇല്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം തെറ്റാണെന്നും പി.സി. ജോർജ് പറഞ്ഞു. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടത് വലതു മുന്നണികൾ തീവ്രവാദികളുമായി ചേർന്ന് 2030 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണെന്നും ഇതിന് ഒരു പരിധിവരെ തടയിട്ടത് മോദിയുടെ നോട്ട് നിരോധനമാണെന്നാണ് പി.സി. ജോർജിന്റെ വാദം. എന്തായാലും മുസ്ലിം വിഭാഗത്തെ തണുപ്പിക്കാനാണ് ഹിന്ദു രാജ്യമാക്കണമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ പി.സി. ജോർജ് റംസാൻ ആശംസ നേർന്നത് എന്നാണ് ചില വാദങ്ങൾ. നേരത്തെയും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നേതാവായിരുന്നില്ല പി.സി. ജോർജ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് SDP കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന പി.സി. ജോർജ് തെരഞ്ഞെടുപ്പിൽ SDP വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. SDP-ക്കാർ പാറപ്പുറത്തേക്ക് ബോംബെറിഞ്ഞ് കളിക്കുന്നവരാണ് എന്ന് പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞാണ് പി.സി. ജോർജ് മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ SDP വോട്ടുകൾ വേണ്ട എന്ന് പറയില്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഇത്തവണ എല്ലാവരും കാത്തിരുന്ന് നോക്കുന്നത് പി.സി. ജോർജിന്റെ പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. 2016 വിജയിച്ചു കയറിയ പി.സി. ജോർജിന് ഇത്തവണ പൂഞ്ഞാറിൽ നിന്നും വിജയിച്ചു കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പി.സി. ജോർജിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ NDAയുടെ BDJS-ഉം BJP-യും സ്ഥാനാർത്ഥികളെ നിർത്തിയതുമെല്ലാം പി.സി. ജോർജിന് ഇത്തവണ പൂഞ്ഞാറിൽ തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.